Now, first few lines, we can see first few lines, that is first five lines. That's my last duchess painted on the wall, looking as if she were alive. I call that piece a wonder. Now, Fra Pandolf's hand worked busily a day, and there she stands. Will please you sit and look at her, I said. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്പീക്കർ ഡ്യൂക്ക് ഓഫ് ഫെറാറയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. That is, he asked his guest to have a look at the painting of his former wife, the Duchess of Ferrara, which hangs on the wall. The Duke praises the painting for looking so lifelike and then describes the painter Fra Pandolf's hard work to paint it completely in a day. അപ്പോൾ അവിടെ നോക്കേണ്ടത് ഫ്രാ പാൻഡോൾഫ് എന്നുള്ള ഒരു നെയിമാണ്, ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു പിന്നെ പെയിൻറ്ററാണ്. The Duke asked the guest to sit and look at the work. That is what is happening in this particular lines. Now, Fra Pandolf, by design for never read strangers like you, that pictured countenance, the depth and passion of its earnest glance. But to myself they turned, since none puts by the curtain I have drawn for you, but I, and seemed as they would ask me if they durst. എന്താണ് ഡ്യൂക്ക് പറയാണ്? ദെൻ ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി ഡെലിബറേറ്റ്ലി മെൻഷൻ ദ നെയിം ഓഫ് ദ പെയിൻറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഓ ആരാ ഇത് ചെയ്തത്, കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ ഇത്ര ക്ലിയർ ആയിട്ട് ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് തന്നെ പറഞ്ഞേ ഉള്ളൂ എന്നാണ് ഡ്യൂക്ക് പറയുന്നത്. വിത്ത് ഇറ്റ്സ് ഡീപ്പ് ആൻഡ് പാഷനേറ്റ് ആൻഡ് ഏർണസ്റ്റ് ഗ്ലാൻസ് ആൻഡ് ടേൺ ടു ദ ഡ്യൂക്ക് ആൻഡ് ഓൺലി ദ ഡ്യൂക്ക് സിൻസ് ഓൺലി ഹി പുൾസ് ബാക്ക് ദ കർട്ടൻ ദാറ്റ് റിവീൽസ് ദ പെയിൻറ്റിങ്. ദാറ്റ് ഈസ് ഡ്യൂക്കിനോട് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം എന്താണ്? ഡ്യൂക്കിന് മാത്രമേ കർട്ടൻ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ, ഡ്യൂക്കേ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യില്ല. അത്രയ്ക്ക് പൊസസീവാണ്. അവർ ലേറ്റ് വൈഫ് മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്താണ് ആർക്കും ആ പിക്ചർ പോലും, ആ ഒരു പോർട്രേറ്റ് പോലും കാണാൻ പറ്റില്ല, കർട്ടനിട്ട് മൂടിയിരിക്കുകയാണ്. ഇദ്ദേഹം വരും, ഇദ്ദേഹം കാണിച്ചു കൊടുത്താൽ കാണും മറ്റുള്ളവർ. ആൻഡ് ബിക്കോസ് ഹി ഓൺലി ഹാസ് ദ പവർ ടു ഡു സോ ആൻഡ് ആക്ട് ആസ് ദോ ദേ വുഡ് ആസ്ക് ഇഫ് ദേ ഡെയർഡ്. അത്ര ധൈര്യമുള്ളവരാണെങ്കിൽ ചോദിക്കുള്ളൂ. ഹൗ ആൻ എക്സ്പ്രഷൻ ലൈക്ക് ദറ്റ് കെയിം ഇൻ ടു ഹെർ ഫേസ്. എങ്ങനെ ഇത് വന്ന് എന്ന് ചോദിക്കുക. എന്താണ് ആ ഒരു ഡെപ്തും പാഷനൊക്കെ ആ ഗ്ലാൻസിൻ്റെ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ ഇതാരാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഞാൻ ഫ്രാ പാൻഡോൾഫിൻ്റെ പേര് ആദ്യമേ പറഞ്ഞതാണ്, ഇതാരാ ചെയ്തതെന്നുള്ളത് എന്നാണ് പറയുന്നത്. സോ ത്രൂ ദീസ് ലൈൻസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദിസ് പർട്ടിക്കുലർ സ്പീക്കർ, ഡ്യൂക്ക് ഓഫ് ഫെറാറ. നൗ how such a glance came there? So not the first are you to turn and ask thus, sir, it was not her husband's present only called that spot of joy into the Duchess' cheek. Perhaps Fra Pandolf chanced to say, her mantle laps over my lady's wrist too much, or paint much never hope to reproduce the faint half flush that dies along her throat. Such stuff was courtesy, she thought, and cause enough for calling up that spot of joy. She had a heart, how shall I say, too soon made glad, too easily impressed. She liked whatever she looked on, and her looks went everywhere. ഇദ്ദേഹം പറയാണ്, ആദ്യം ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ലുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഈ ഒരു ഗ്ലാൻസ് വന്നത് എങ്ങനെയാണെന്നുള്ളതും ദ ഡ്യൂക്ക് കണ്ടിന്യൂസ് ബൈ സെയിങ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഓൺലി ഹിസ് പ്രസൻസ് ദാറ്റ് ബോട്ട് ദാറ്റ് പെർട്ടിക്കുലർ ലുക്ക്. അതാണ് ഇവിടെ പ്രശ്നം. എന്താണ്, ഞാൻ എൻ്റെ ഒരു സമീപനം മാത്രമൊന്നുമല്ല, ഇനി അഥവാ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രാ പാൻഡോൾഫ് എങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും, ഓ മൈ ലേഡി ലുക്ക് ദ മാറ്റിൽ ലാബ്സ് ഓവർ മൈ ലേഡീസ് റിസ്റ്റ് ടു മച്ച്, ഒന്നിങ്ങനെ ഇറങ്ങി കിടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് തന്നെ അത്രയും പെട്ടെന്ന് പ്ലീസിങ് ആണ് നമ്മുടെ ഡച്ചസ് എന്നാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ബ്ലഷ് അത് ഇവിടെ എന്താ പറയുക, പെയിൻറ്റിങ്ങിന് ഒരിക്കലും അത് ഒപ്പിയെടുക്കാൻ പറ്റില്ല എന്നങ്ങനെ എന്തെങ്കിലും രണ്ട് വാക്ക് ഫ്രാ പാൻഡോൾഫ് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ഇത്ര മതി വൈഫിന്, അതായത് ഡച്ചസിന് സന്തോഷം വരാൻ എന്നാണ് പറയുന്നത്. She can be easily impressed with whatever she come across, and she looked everywhere, a habit Duke hates. അതായത് അവരിങ്ങനെ വളരെ എന്താ പറയുക, ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ടുപേരുടെയും ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹസ്ബൻഡ് പറയുന്നത്, ഡ്യൂക്ക് പറയുന്നത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നോക്കും, എല്ലായിടത്തും എത്തും, എല്ലാവരും ഒരേപോലെ കാണും എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ബട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദ ക്യാരക്ടർ ഈസ് റിവീൽഡ് വെരി വെൽ ത്രൂ ദീസ് ലൈൻസ്. ആ സ്പീക്കറുടെ ആ ഒരു ടോണിൽ നിന്നും മീനിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നൗ സർ,
'Twas all one, my favor at her breast. The dropping of the daylight in the west, the bow of cherry some officious fool broke in the orchard for her. The white mule she rode with round the terrace, all and each would draw from her alike the approving speech or blush. At least she thanked men good, but thanked somehow, I know not how, as if she ranked my gift of a 900 years old name with anybody's gift. അദ്ദേഹം പറയുന്നത് എന്താണ്? എന്ത് ഞാൻ കൊടുക്കുന്ന വിലയേറിയ സമ്മാനങ്ങളാണെങ്കിലും ഒരു സൺ സെറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അവരിങ്ങനെ വെറുതെ ഒരു എന്താ അവരുടെ വൈറ്റ് മ്യൂൾ ഷീ റോഡ് വിത്ത് റൗണ്ട് ദ ടെറേസ് അതിൽ നടക്കുകയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കും. എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. ഒരു ഫ്ലേർട്ടിംഗ് ആയിട്ടുള്ള ടൈപ്പ് ലേഡിയാണ് എന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. ഷീ താങ്ക് മെൻ ഗുഡ് ബട്ട് താങ്ക് സംഹൗ. എങ്ങനെയാണ് ആ ഒരു താങ്കിങ്? എൻ്റെ ആസ് ഇഫ് ഷീ റാങ്ക് മൈ ഗിഫ്റ്റ് ഓഫ് 900 years old നെയിം. എൻ്റെ 900 years old നെയിമിന് എല്ലാവരുടെയും ഗിഫ്റ്റിന് ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് ഈസ് then he says, he asks if someone would stoop to argue for their behavior. എന്താണ് ഇങ്ങനെ എന്നിട്ട് ഇതൊക്കെ ന്യായീകരിക്കാൻ ആരെങ്കിലും സ്റ്റൂപ്പ് ചെയ്യുമോ? അങ്ങനെ അതാണ് പറയുക. ഹൂ വുഡ് സ്റ്റൂപ്പ് ടു ബ്ലെയിം എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നമുക്ക് കാണാം ബാക്കിയുള്ളത്. ദിസ് സോർട്ട് ഓഫ് ട്രിഫ്ലിങ്, അതാണ് ഈ രീതിയിലുള്ള ഒരു മോശ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ താഴ്ന്നു പോകാൻ കഴിയുന്നു എന്നുള്ള രീതിയിലാണ് പോറ്റി ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഹി സ്കോൺസ് ഹിസ് വൈഫ്, ഹി കണ്ടന്റ് ഹിസ് വൈഫ്. ഓക്കെ, നോ ഈവൻ ഹാഡ് യു സ്കിൽ ഇൻ സ്പീച്ച് വിച്ച് ഐ ഹാവ് നോട്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം നോക്കൂ, നിങ്ങളെപ്പോലെ സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. ആരോടാ ഈ പറയുന്നത്? നമ്മുടെ ഗസ്റ്റിനോട്, ലിസണറോട്. അവിടെ ഒരു ഇമാജിനറി ലിസണർ ഉണ്ട്. ഓക്കെ, സിറ്റ് എന്ന് നമ്മൾ ആദ്യം പറയുന്നുണ്ട്, ഹാവ് എ ലുക്ക് എന്ന് പറയുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ അത്ര പോലുള്ള കഴിവൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ടു മേക്ക് യുവർ വിൽ ക്വയറ്റ് ക്ലിയർ ടു സച്ച് one and say just this or that in your disgust me, here you miss or that exceed the mark. And if she let herself be lessened so, not plainly set her wits to yours forsooth, and made excuse, even though would be some stooping, and I chose never to stoop. Oh sir, she smiled, no doubt, whenever I passed her, but who passed without much the same smile? This grew, I gave commands. അദ്ദേഹം പറയുന്നത് എന്താണ്? Duke says that even though he does not have much arguing skill as the guest, he would say the former duchess, ഞാൻ അവളോട് പറയുന്നു, this characteristics of you was to discuss me, or here you did too little or too much. And if the former duchess had let herself be degraded by changing instead of being stubborn and making excuses, that even then the act of confronting her would be beneath him, and he refuses to even lower himself like that. The Duke repeats his complaints of her that she smiled at all the people who passed by, and she had no discriminatory power of whom should be given importance. This habit grew, and he became fed up with this that he finally gave the order to kill. That is, this grew, I gave commands. അതാണ് അവിടെ പറയുന്നത്. നൗ വിൽ സീ ദ നെക്സ്റ്റ് വൺ. ദെൻ ഓൾ സ്മൈൽ സ്റ്റോപ്പ് ടുഗദർ. അതോടുകൂടി എല്ലാം തീരുമാനമായി. ദെൻ എവറിത്തിങ് സ്റ്റോപ്ഡ് ആസ് ഷി വാസ് മർഡേർഡ്, ആൻഡ് ദെൻ ദ ലൈഫ് ലൈക്ക് പോർട്രേറ്റ് ഓഫ് ഡച്ചസ് ഇസ് സ്റ്റാൻഡിങ് ദർ. ദാറ്റ് ഈസ് ദർ ഷീ സ്റ്റാൻഡ്സ് ആസ് ഇഫ് അലൈവ്. വിൽ പ്ലീസ് യു റൈസ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. അതായത് ഭാര്യ അങ്ങനെയാണ് അവിടെ എത്തിയത്. ആ ഒരു പിക്ചർ ചുമരിലൊട്ടിക്കുന്ന രീതിയിൽ ആക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെയാണ് എത്തിയത്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോയി. ദെൻ ഓൾ സ്മൈൽ സ്റ്റോപ്ഡ് എന്നുള്ളത്, ടുഗെദർ എന്നുള്ളത് വളരെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, വിൽ യു പ്ലീസ് യു റൈസ്, വി വിൽ മീറ്റ് ദ കമ്പനി ബിലോ. ദെൻ ഐ റിപ്പീറ്റ്, ഞാൻ പറയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എന്താണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്? ദ കൗണ്ട് യുവർ മാസ്റ്റേഴ്സ് നോൺ മ്യൂണിഫിസൻസ് ഈസ് ആംബിൾ വാറന്റ് ദാറ്റ് നോ ജസ്റ്റ് പ്രിറ്റൻസ് ഓഫ് മൈൻഡ് ഫോർ ഡൗറി വിൽ ബി ഡിസലൗഡ് ദോ ഹിസ് ഫെയർ ഡോട്ടേഴ്സ് സെൽഫ് ആസ് ഐ അവോർഡ് ആൻഡ് സ്റ്റാർട്ടിങ് ഈസ് മൈ ഒബ്ജക്റ്റ്. എൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? നിങ്ങളുടെ കൗണ്ടിൻ്റെ മോളുടെ കാര്യം മാത്രമാണ് എനിക്ക് താല്പര്യം. അല്ലാതെ അവരെന്തായാലും വളരെ ജനറസ് ആയതുകൊണ്ട് ഡൗരിയൊക്കെ വലുതായിട്ട് തരും, അതൊന്നുമല്ല എൻ്റെ ലുക്ക്. ഞാൻ നോക്കുന്നത് അവിടേക്കൊന്നുമല്ല. ഞാൻ നോക്കുന്നത് എന്താണ്? ഹിസ് ഫെയർ ഡോട്ടേഴ്സ് സെൽഫ്. അതാണ് എൻ്റെ മെയിൻ എയിം, ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. വി വിൽ ഗോ ടുഗെദർ ഡൗൺ സർ. പോകുകയാണ് താഴേക്ക്, അവർ രണ്ടുപേരും കൂടി പോവുകയാണ്. അപ്പോൾ സമയത്ത് അതാണ് അപ്പം പറയുന്നത് എന്താണ്? നോട്ടീസ് നെപ്റ്റ്യൂൺ ദോ ടേമിങ് എ സീ ഹോഴ്സ് ദോ എ റാറ്റി വിച്ച് ക്ലോസ് ഓഫ്
ഇൻസ്ബ്രക്ക് കാസ്റ്റ് ഇൻ ബ്രോൺസ് ഫോർ മീ. അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് എന്താണ്, ഇതുവരെ പറഞ്ഞ ആ ഒരു ഡച്ചസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനുശേഷം അവരുടെ ഈ ഒരു ലിസ്ണർ ആരാണ് എന്നുള്ള ഒരു ഇത് തരുന്നത് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ്. എങ്ങനെയാണ് പറയുന്നത്, ദ കൗണ്ട് യുവർ മാസ്റ്റർ എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം ഒരു എമിസറി ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്, ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്ന ആളാണ് അവിടെ ഗസ്റ്റ് എന്നുള്ളത്. ഹിസ് ഗസ്റ്റ് ടു ഹോം ഡ്യൂക്ക് സ്പോക്ക് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ടു ഡ്യൂക്സ് നെക്സ്റ്റ് മാരേജ് പ്രപ്പോസൽ. അപ്പോൾ പറയാൻ ഹെഫ്റ്റി ഡൗറി എന്നല്ല താല്പര്യം എന്താണ്, മകളെ തന്നെയാണ് താല്പര്യം എന്ന് പറയാണ്. ഈ ഒരു പെൺകുട്ടി ഈ ലെവലായി, ഇനിയിപ്പം അടുത്ത കല്യാണത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് പറയാണ്, ഓൺ ദ വേ ടു ഡൗൺ സ്റ്റേഴ്സ് ഹി directs the representative's attention to a statue of the sea god Neptune taming a seahorse, which is a rare work of art that Claus of Innsbruck cast in bronze specifically for him. അപ്പോൾ അത് ഒരു എന്താ പറയുന്നത്, ആ ഒരു എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു നമ്മുടെ ക്യാരക്ടറിൻ്റെ തന്നെ ഒരു സിമ്പിളായിട്ടാണ് ഈ ഒരു നെപ്റ്റ്യൂണെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ടീം ചെയ്യുന്ന വളരെ നിസ്സഹായാവസ്ഥയിലുള്ള ആളുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു സ്പീക്കറുടെ മെയിൻ താല്പര്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ line by line explanation of the poem. I hope it's all right now.